ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരാൻ കാരണം കുറച്ച് ദിവസം മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ കണ്ണൂരിലുള്ള ദിയ കിരൺ എന്ന ഹിന്ദു പയ്യൻ്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് ഡൈവേഴ്സായി തിരിച്ചു വന്ന കാര്യം പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ദിയ തിരിച്ചു വരാനുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതല്ല യഥാർത്ഥ കാരണമെന്ന് ദിയ തന്നെ മറ്റൊരാളോട് വെളിപ്പെടുത്തുന്ന ഇതാണ് ക്ലിപ്പാണ് ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഹസൻ കരുനാഗപ്പള്ളി എന്ന ബ്ലോഗർ ഉണ്ടല്ലോ, ഹസനിക്ക ഇതുപോലെ വേറൊരു കുട്ടി ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരു പയ്യൻ്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ വിഷമങ്ങൾ ഹസനിക്കയോട് പറയുമ്പോൾ വന്നിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞതായിരുന്നു. അപ്പോൾ ഹസനിക്ക ആ കുട്ടിയോട് തിരിച്ച് പറയുന്നതാണ് ഈ സൗണ്ട്. അപ്പോൾ അവരും ഇതേപോലെ ഇതിൽപ്പെട്ടിട്ട് ക്രിസ്ത്യൻ യുവാവിൻ്റെ കൂടെ പോയിട്ട് തിരിച്ചു വന്നതാണ്. തിരിച്ചു വന്നപ്പോൾ ആ കുട്ടി ഇനി ആരും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ ഹസനിക്ക ഈ കാര്യങ്ങളും ദിയ എന്ന കുട്ടിയോട് നേരിട്ട് സംസാരിച്ച കാര്യങ്ങളും പറഞ്ഞിട്ട് അന്ന് കേട്ടതല്ല ശരി, കിരണനോടും ഞാൻ ഈ കാര്യം സംസാരിച്ചിരുന്നു, അന്ന് കേട്ടത് മുഴുവൻ ശരിയല്ല, കുറച്ച് ഭാഗങ്ങളെ ശരിയുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്നതാണ്. കുട്ടിക്ക് ഉമ്മയെ പിരിഞ്ഞിരിക്കാൻ വയ്യ, വീട്ടുകാരെ ആലോചിക്കുമ്പോൾ വിഷമം, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ടാണ് ആ പെൺകുട്ടി തിരിച്ച് വീട്ടിലേക്ക് വന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു സൗണ്ട് ബൈറ്റ്സ് ഉണ്ടാകുന്ന നിങ്ങൾ കേട്ട് നോക്കൂ. ആ പെൺകുട്ടി ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അതിന്റെ കാരണം ഈ കിരൺ പിന്നെ മദ്യപിക്കാൻ നിർബന്ധിച്ചു എന്നുള്ളതൊന്നും അല്ല കാരണം. ഞാൻ ആദ്യം വാർത്ത കൊടുത്തപ്പോൾ അതിൽ അങ്ങനെയാണ് പറഞ്ഞത്. അത് നമുക്ക് കിട്ടിയ തെറ്റായ വിവരങ്ങളായിരുന്നു. അത് കിരണിനോട് തന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരം നമ്മളൊരു വാർത്ത കൊടുക്കുമ്പോൾ കുറെയൊക്കെ അവിടെ ഇവിടുന്ന് കേൾക്കുന്നതിലൊക്കെ ചിലര് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. എല്ലാം ഒന്നും സത്യസന്ധമായിട്ടുണ്ടാവില്ല. അപ്പൊ ആ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടി വന്നത് കിരൺ മദ്യപിക്കാൻ നിർബന്ധിച്ചത് കൊണ്ടൊന്നുമല്ല, അങ്ങനെയൊന്നുമില്ല. ആ പെൺകുട്ടി വന്നതിന്റെ പ്രധാന കാരണം പോകെ പെൺകുട്ടിക്ക് വല്ലാത്ത മാനസിക സംഘർഷങ്ങൾ ഉണ്ടായി. അതിന്റെ കാരണം നിക്കാഹ് ചെയ്തിട്ടല്ലല്ലോ ജീവിക്കുന്നത്. പ്രധാനപ്പെട്ട കാരണം 2 മതവിശ്വാസികളാണ്. അപ്പൊ ഉമ്മയെ കുറിച്ച് ആലോചിച്ചപ്പോൾ പെൺകുട്ടിക്ക് ഉറക്കം വരാതെയായി. മുന്നോട്ടുള്ള ജീവിതം ഒരു രാത്രി കൊണ്ട് ജീവിതം നേരം വെളുക്കുമ്പോഴത്തേക്ക് ജീവിതം അവസാനിക്കുന്നില്ലല്ലോ. ജീവിതം കടൽപ്പരപ്പ് പോലെ മുമ്പിൽ കിടക്കുകയാണ്. ആ പെൺകുട്ടിയിൽ അത്തരം ചിന്തകൾ വന്നു. ഇതിങ്ങനെ എങ്ങനെ മുമ്പോട്ട് പോകും, എത്ര നാൾ മുമ്പോട്ട് പോകുമോ, ഇതൊക്കെ ആലോചിച്ച് മനസ്സിന് വല്ലാത്ത ഭാരം അനുഭവപ്പെട്ട ദിയ എന്താണ് പോംവഴി എന്ന് ആലോചിച്ച് തിരിച്ചു വീട്ടിലേക്ക് വന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇത് കേട്ടില്ലേ? ഇതാണ് യഥാർത്ഥ കാരണമെന്ന് ഹസനൊക്കെ പറയുന്നു. അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഹസനൊക്കെ ദിയയെയും കിരണിനെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞതാണോ എന്നും അറിയില്ല. അപ്പോൾ ചിലപ്പോൾ ഇതാവട്ടെ സത്യം. അപ്പോൾ അങ്ങനെ ആയിരിക്കട്ടെ അത് സത്യം എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ ഈ പ്രേമിക്കുന്ന സമയത്തെല്ലാം നിങ്ങൾക്ക് ജാതി മതമൊന്നും ഉണ്ടാവില്ല. പ്രേമം കഴിഞ്ഞ് ജീവിതത്തിൻ്റെ അടുക്കുമ്പോൾ എല്ലാം ഉണ്ടാവും. പിന്നെ ഈ സിനിമയിൽ കാണുന്നത് പോലെയല്ല, തട്ടത്തിൽ മറിയത്തൊക്കെ ഭയങ്കര ഹിറ്റായിരിക്കാം. പക്ഷേ അതല്ല ജീവിതം. സിനിമ 2.5 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ അതല്ല ലൈഫ് എന്ന് മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. മെയിനായിട്ട് നിങ്ങൾ മുസ്ലിം കുട്ടികൾ ആ ചിട്ടി ജനിച്ചത് മുതൽ 10-22 വയസ്സ് വരെ അച്ഛനും അമ്മൻ്റെ തണലിൽ അച്ഛനും അമ്മൻ്റെ രീതിയിൽ ആ മുസ്ലിം സമുദായത്തിനനുസരിച്ച് ജീവിച്ച ഒരു പെൺകുട്ടിക്കും, ഞാൻ വീണ്ടും പറയണേ, അങ്ങനെ നടന്ന പെൺകുട്ടികൾക്ക് മാത്രമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നമുക്ക് മതമില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അല്ലെങ്കിൽ അതിനെയൊന്നും കൂടുതലായിട്ട് ചിട്ടയോടെ നടക്കാത്ത പെൺകുട്ടികൾ കുറേ ഉണ്ട്. അവരെയൊന്നും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അവരുടെ രീതി അവർക്കത് ശരിയായി തോന്നുന്നതുകൊണ്ട് അങ്ങനെ നടക്കുന്നു. അവർക്കൊന്നും വിഷയമല്ല, പ്രേമിച്ചിട്ട് പോയാൽ അവരെങ്ങനെയെങ്കിലും ജീവിച്ചോളും. അല്ലാതെ ആ ചിട്ടയോടെ നടക്കുന്ന പെൺകുട്ടികൾ ഒരുപാട് പേരുണ്ട്. എനിക്കവർ ഭയങ്കര ബഹുമാനമാണ്, ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ബഹുമാനം അങ്ങനെയുള്ള കുട്ടികൾ. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു ഹിന്ദു പയ്യൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻസ് പയ്യൻ്റെ കൂടെ പ്രേമിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് എപ്പോഴും നടക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ സിനിമകളിൽ കാണുന്നത് പോലെ അതാണ് സത്യം, അത് മാത്രമാണ് സത്യം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാതിരിക്കുക. ഞാൻ എല്ലാ കുട്ടികളുടെ കാര്യങ്ങളല്ല പറഞ്ഞ് അതിൻ്റെ ചിട്ടയായി
മുസ്ലിം സമുദായത്തിൻ്റെ അവർക്ക് ഒരുപാട് ചിട്ടകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനനുസരിച്ചിട്ട് നടക്കുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട്. അവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ അവർക്ക് വേറൊരു സമുദായത്തിൽ പോയിട്ട് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ നല്ലതുണ്ടെങ്കിലും മോശമുണ്ടെങ്കിലും അപ്പം പൊട്ടിക്കുന്നതും മദ്യമാണ്. അവിടെ അത് പറ്റില്ല. അപ്പോൾ തന്നെ നമുക്ക് വെറുപ്പടിക്കും. പിന്നെ പിന്നെ പോകെ പോകെ തീരെ പറ്റാതാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക, പ്രേമിക്കുമ്പോൾ അതിനനുസരിച്ച് പറ്റുന്ന കറക്റ്റ് ആളുകളെ തിരഞ്ഞെടുക്കുക, മുന്നോട്ട് പോവുക. ഇത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഇനി അമ്മാവൻ വൈബ് എന്ന് പറഞ്ഞ് നിങ്ങൾ വിടുന്നുണ്ടെങ്കിൽ വിട്ടോളൂ, എനിക്ക് പ്രശ്നമല്ല. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. കാരണം നമുക്ക് പറ്റില്ല. വേറെ സമുദായത്തിൽ അത്രയും ചിട്ടയോടെ വളർന്ന പെൺകുട്ടികൾക്ക്, മുസ്ലിം പെൺകുട്ടികൾക്ക് ഒരിക്കലും വേറൊരു സമുദായത്തിലെ ആളുകളുടെ അവരുടെ രീതിക്ക് ഞങ്ങളുടെ രീതി, ഞാനൊരു ഹിന്ദു പയ്യനാണ്, ഞങ്ങളുടെ രീതിക്ക് ജീവിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ജീവിക്കുന്നവരുണ്ടാവാം, ഉണ്ട്. പക്ഷേ 85% 90% ഫെയിലിയർ ആയിട്ടേ ഉള്ളൂ. ഫെയിലിയർ പറഞ്ഞാൽ അത്ര ഫെയിലിയർ ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രേമിക്കുന്ന സമയത്ത് നല്ലത് തിരഞ്ഞെടുക്കുക. പരമാവധി വീട്ടുകാരോട് സംസാരിച്ച് വീട്ടുകാരുടെ സമ്മതപ്രകാരം മാത്രം അതിനെ ഇറങ്ങുക. ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും.